Hi everyone, welcome. So today we are dealing with a new chapter, My Grandmother's House. This is a poem which is written by famous English and Malayali writer Kamala Suraya. My grandmother's house means എൻ്റെ മുത്തശ്ശിയുടെ വീട്. Do you remember the help your grandmother did for you when you were a child? നിങ്ങൾ കുട്ടിയായിരുന്ന സമയത്ത് നിങ്ങളുടെ ഗ്രാൻഡ് മുത്തശ്ശി നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള ഹെൽപ്പ് സഹായങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വാട്ട് മെമ്മറീസ് ഡു യു ഹാവ് ഓഫ് ദ ടൈം യു സ്പെൻഡ് വിത്ത് ഹെർ? നിങ്ങൾ അവരോടൊപ്പം ചിലവഴിച്ച സമയത്തെ പറ്റിയിട്ടുള്ള എന്ത് മെമ്മറീസാണ് നിങ്ങളുടെ ഓർമ്മയിലുള്ളത്? നൗ ലെറ്റ്സ് റീഡ് ദ പോയം മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ബൈ കമലാദാസ്. നമ്മോട് ഇവിടെ കമലാദാസ് എഴുതിയിട്ടുള്ള മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറഞ്ഞൊരു പോയം കൊടുത്തിട്ടുണ്ട്. അത് വായിക്കാനാണ് പറയുന്നത്. ഐ റിസീവ്ഡ് ലവ്, എനിക്ക് സ്നേഹം ലഭിച്ചിരുന്നു. ദാറ്റ് വുമൺ ഡൈഡ്, ആ സ്ത്രീ മരിച്ചുപോയി. അപ്പോൾ എനിക്ക് സ്നേഹം തന്നിരുന്ന, എന്നെ സ്നേഹിച്ചിരുന്ന ആ സ്ത്രീ മരിച്ചുപോയി. ആ സ്ത്രീ ഇവിടെ ആരാണ്? ഗ്രാൻഡ് മദർ ആണല്ലേ. നമ്മുടെ ടൈറ്റിൽ തന്നെ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നല്ലേ. ദ ഹൗസ് വിത്ഡ്രൂ ഇൻ ടു സൈലൻസ്, ആ വുമൺ ഗ്രാൻഡ് മദർ മരിച്ചതോടുകൂടി ആ വീട് വിത്ഡ്രൂ ഇൻ ടു സൈലൻസ്, അതിനുശേഷം ആ വീട് നിശബ്ദയായി. അവിടെ ഇപ്പോൾ സൗണ്ടൊന്നുമില്ല, ഫുൾ സൈലൻസ് ആണ്. സ്നേക്സ് മൂവ്ഡ് എമംഗ് ബുക്സ്, പുസ്തകങ്ങൾക്ക് മീതെ പാമ്പുകൾ ഇഴഞ്ഞു നടന്നു. ഐ വാസ് ദെൻ ടു യങ് ടു റീഡ്, ആ സമയത്ത് ഞാൻ വളരെ ചെറുപ്പമായിരുന്നു, അതായത് കുട്ടിയായിരുന്നു. പുസ്തകങ്ങൾ വായിക്കാൻ എത്തുന്ന പ്രായമെത്തിയിട്ടുള്ള ഞാൻ കുട്ടിയായിരുന്നു. ആൻഡ് മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദ മൂൺ, പിന്നെ എൻ്റെ ബ്ലഡ് രക്തം ടേൺഡ് കോൾഡ് ലൈക്ക് ദ മൂൺ, ചന്ദ്രനെ പോലെ തണുത്തു. ഹൗ ഓഫൺ ഐ തിങ്ക് ഓഫ് ഗോയിങ് ദേർ, വല്ലപ്പോഴുമൊക്കെ അവിടേക്ക് പോകണമെന്ന് ഞാൻ ചിന്തിക്കും. ടു പിയർ ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്, എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? ജനലുകൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കാൻ. ടു പിയർ, ഒളിഞ്ഞു നോക്കാൻ. ഓർ അല്ലെങ്കിൽ ജസ്റ്റ് ലിസൺ ടു ദ ഫ്രോസൺ എയർ, അല്ലെങ്കിൽ തണുത്ത കാറ്റിൻ്റെ ശബ്ദമൊന്ന് കേൾക്കാൻ. ഓർ ഇൻ വൈൽഡ് ഡെസ്പയർ പിക്ക് ആൻ ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ്, അല്ലെങ്കിൽ അങ്ങേയറ്റം നിരാശയോടെ അവിടെ നിന്നും ഒരു കൈ നിറയെ അവിടുത്തെ ഡാർക്ക്നെസ്, ഇരുട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ടു ബ്രിങ് ഇറ്റ് ഹിയർ ടു ലൈ ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ്, അതിനെ എൻ്റെ റൂമിൻ്റെ ഡോറിൻ്റെ പിറകിൽ ഞാനത് സൂക്ഷിക്കും. ഏതുപോലെ? ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ്, അതെൻ്റെ വാതിൽക്കലെ കാവൽ നായെപ്പോലെ. യു കനോട്ട് ബിലീവ് ഡാർലിംഗ്, ഡാർലിംഗ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവനെ നീ വിശ്വസിക്കില്ല. കനോട്ട് ബിലീവ്. ക്യാൻ യു ദാറ്റ് ഐ ലിവ്ഡ് ഇൻ എ സച്ച് എ ഹൗസ് ആൻഡ് വാസ് പ്രൗഡ് ആൻഡ് ലവ്ഡ്, ഞാനിത്രയും മനോഹരമായ വീട്ടിലാണ് താമസിച്ചിരുന്നതെന്നും ഞാൻ അവരാൽ ഒരുപാട് സ്നേഹിക്കപ്പെട്ടിരുന്നുവെന്നും, ലവ്ഡ് സ്നേഹിക്കപ്പെട്ടിരുന്നുവെന്നും പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ പ്രിയപ്പെട്ടവനെ? ഐ ഹു ഹാവ് ലോസ്റ്റ് മൈ വേ, എനിക്കെൻ്റെ എല്ലാ വഴികളും നഷ്ടമായി. ആൻഡ് ബെഗ് നൗ അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോസ്, ഞാനിപ്പോൾ എനിക്ക് ഒരു പരിചയവുമില്ലാത്ത സ്ട്രേഞ്ചേഴ്സിൻ്റെ വാതിൽക്കലാണ് മുട്ടി വിളിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റിസീവ് ലവ് അറ്റ്ലീസ്റ്റ് ഇൻ എ സ്മോൾ ചേഞ്ച്, ഒരല്പമെങ്കിലും സ്നേഹത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ സ്ട്രേഞ്ചേഴ്സിൻ്റെ മുന്നിലാണ് വാതിൽ മുട്ടുന്നത്. സോ ഇവിടെ ഓതർ പറയുന്നത്, തുടക്കത്തിൽ ഗ്രാൻഡ് മദർ മരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അതോട് കൂടിയിട്ട് ആ വീട് സൈലൻസിലോട്ട് അങ്ങോട്ട് പോയി അല്ലേ, നിശബ്ദമായിട്ട് മാറി. പിന്നീട് പോയിട്ട് അങ്ങോട്ട് പോവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നീട് പറയുന്നത് പോയിട്ട് ഇത്രയും സ്നേഹിക്കപ്പെട്ടിരുന്ന ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത് എന്ന് പ്രിയപ്പെട്ടവനോട് പറയുന്നുണ്ട്. അങ്ങനെ ഗ്രാൻഡ് മദറിൻ്റെ ആ ഒരു മരണത്തോട് കൂടിയിട്ട് അവരുടെ മുന്നിലുള്ള എല്ലാ വഴികളും നഷ്ടമായി. അവരിപ്പോൾ ഒരു പരിചയവും ഇല്ലാത്ത സ്ട്രേഞ്ചേഴ്സിൻ്റെ മുന്നിൽ ഒരൽപ്പം സ്നേഹത്തിന് വേണ്ടിയിട്ട് വാതിലിൽ തട്ടുകയാണല്ലേ. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോയം. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ഇറ്റ്. താങ്ക് യു.